താമരശ്ശേരിയിലെ അറവു മാലിന്യ സംസ്കരണ പ്ലാന്റായ ഫ്രഷ് കട്ട് വീണ്ടും പ്രവർത്തിപ്പിക്കാൻ ഒരുങ്ങിയ ഉടമകൾ. കോടതിയിൽ നിന്ന് പ്രൊട്ടക്ഷൻ ഓർഡർ നേടിയ കമ്പനി നേരത്തെ പോലീസിന്റെ സഹായം തേടിയിരുന്നു. അറവു മാലിന്യം ശേഖരിക്കാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ പ്ലാന്റ് തുറന്നാൽ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് സമരസമിതിയുടെ നിലപാട്. വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം. ഗുഡ് മോർണിംഗ് വി എസ് രഞ്ജിത്ത്. എന്തായിരിക്കും ഫ്രഷ് കട്ടിൽ അടുത്ത നീക്കമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? എപ്പോഴായിരിക്കും ഈ പ്രൊട്ടക്ഷൻ ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ തുറക്കുക? സുജിയ, കഴിഞ്ഞ ഒക്ടോബർ 21-ാം തീയതിയാണ് അക്രമ സമരത്തിലൂടെ ആ പ്ലാന്റ് പൂട്ടുകയും ചെയ്തിട്ടുള്ളത്. ആ വലിയ സമരം നടന്നു. അതിനെ തുടർന്നുള്ള അക്രമങ്ങൾ, ആ അക്രമത്തെ തുടർന്ന് പ്ലാന്റ് പൂട്ടിയിട്ടതാണ്. ഇതുവരെ പ്ലാന്റ് തുറക്കാൻ സാധിച്ചിട്ടില്ല. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് പ്ലാന്റ് തുറന്ന് പ്രവർത്തിപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. ഇന്നിപ്പോൾ കോഴിക്കോട് നഗരത്തിൽ നിന്നും കോഴിക്കോട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അറവു മാലിന്യങ്ങൾ ശേഖരിച്ച് ഇന്ന് വൈകിട്ടോടുകൂടി പ്ലാന്റിലെത്തിക്കും. ഇന്ന് രാത്രി പ്ലാന്റിന്റെ പ്രവർത്തനം ആരംഭിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ജില്ലാ ഭരണകൂടത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ട്. ജില്ലാ ഭരണകൂടം ഈ പ്ലാന്റിന്റെ 100 മീറ്റർ പരിധിയിൽ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അവിടെ കൂട്ടം കൂടി നിൽക്കുന്നതും സമരം ചെയ്യുന്നതും എല്ലാം നിരോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈക്കോടതി പ്രൊട്ടക്ഷൻ ഓർഡർ ഇറക്കിയിട്ടുണ്ട്. ആ പ്ലാന്റിന്റെ 100 മീറ്റർ പരിധിയിൽ ഈ സമരത്തിൽ അക്രമത്തിൽ പങ്കെടുത്ത പ്രതികളായിട്ടുള്ളവർ വരാൻ പാടില്ല. അതുപോലെ തന്നെ പ്ലാന്റിന് സുരക്ഷ ഒരുക്കാൻ SP നേരിട്ട് സൗകര്യങ്ങൾ ഒരുക്കണം, ഇടപെടണം എന്നൊക്കെ പ്രൊട്ടക്ഷൻ ഓർഡറിൽ പറയുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്ലാന്റ് തുറന്ന് പ്രവർത്തിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ ഈ പ്ലാന്റിനോട് ചേർന്നുള്ള പ്രദേശമായ കൂടത്തായി അമ്പലമുക്കിൽ ഈ സമരസമിതി സമരം 2 ദിവസം മുമ്പ് തന്നെ ആരംഭിച്ചിരുന്നു. മാത്രമല്ല, സമര സഹായ സമിതി എന്ന പേരിൽ ആ നാട്ടിൽ വലിയൊരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് 12-ാം തീയതി വലിയൊരു റാലി സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ഒരു ഭാഗത്ത് നാട്ടുകാർ രാഷ്ട്രീയ ഭേദമന്യേ വലിയ പ്രക്ഷോഭവും സമരവുമായി മുന്നോട്ട് പോകുന്നു. എന്നാൽ മറുഭാഗത്ത് ജില്ലാ ഭരണകൂടത്തിന്റെ പിന്തുണയോടുകൂടി പ്ലാന്റ് തുറന്ന് പ്രവർത്തിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഓക്കെ രഞ്ജിത്ത്, കാലാവസ്ഥയൊക്കെ നന്നായിട്ട് നിൽക്കുന്നു എന്ന് കരുതുന്നു. കോഴിക്കോട്ട് മഴയൊന്നും ഇല്ലല്ലോ അല്ലേ? കോഴിക്കോട് എല്ലാം കൊണ്ടും നല്ല കാലാവസ്ഥയാണ്. അത് പ്രകൃതിയിലും അന്തരീക്ഷത്തിൽ മാത്രമല്ല, എല്ലാ സാഹചര്യങ്ങൾ കൊണ്ടും അനുകൂലമാണ്. ഓക്കെ, സാഹചര്യങ്ങളൊക്കെ അനുകൂലമായി തുടരട്ടെ. ഹാവ് എ നൈസ് ഡേ രഞ്ജിത്ത് ആൻഡ് ടീം. അപ്പോൾ കോഴിക്കോട്ട് കാര്യങ്ങളൊക്കെ അനുകൂലമാണ്. പക്ഷേ നമ്മൾ